हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 31-ാമത്തെ ശ്ലോകം. യേ മേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധവന്തോ ന സോയന്തോ മുച്യന്തേതേപി കർമ്മഭി. ഇതെന്മനമിതെന്നെന്നും അനുഷ്ഠിക്കുന്ന മാനവൻ അസൂയ വിട്ടതിശ്രദ്ധൻ സസുഖം കർമ്മമുക്തനാം. മേ ഇദം മതം, എൻ്റെ ഈ അഭിപ്രായത്തെ, ശ്രദ്ധാവന്തഃ അനസൂയന്തഃ യേ മാനവഃ നിത്യം അനുതിഷ്ഠന്തി, ശ്രദ്ധയോടും അസൂയയില്ലാതെയും ഏതു മനുഷ്യനാണോ നിത്യം എന്നും അനുസരിക്കുന്നത്, തേ അപി കർമ്മഭിഹി മുച്യന്തേ, അവരും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, എല്ലാം എനിക്ക് തന്നോളൂ, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞാൻ എടുത്തോളാം. എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവനവൻ്റെ കർമ്മങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ആശയും മമതയൊക്കെ വെടിഞ്ഞ് മനസ്താപം കൂടാതെ കർമ്മങ്ങൾ ചെയ്യൂ കേട്ടോ എന്ന് പറഞ്ഞു. അർജുനനോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അർജുനൻ്റെ കർമ്മം അവിടെ യുദ്ധമാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും അസൂയ കൂടാതെയും ഏത് മനുഷ്യനാണോ അനുഷ്ഠിക്കുന്നത് അവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളൊന്നത് പരീക്ഷിച്ച് നോക്കണം. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശാസ്ത്രജ്ഞന്മാരാണല്ലോ എല്ലാം, സയൻസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം പരീക്ഷിച്ചും നിരീക്ഷിച്ചൊക്കെ കണ്ടുപിടിച്ച് പറ്റും. പക്ഷേ നമ്മളിപ്പം മുന്നേയുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ E=mc², അവരത് പ്രാക്ടിക്കലായിട്ട് കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. നമ്മളെന്താ ചെയ്യണത്? അവരെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തെ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ച കാലത്ത് കുറേയധികം പരീക്ഷണങ്ങൾ ചെയ്തിട്ടായിരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഉണ്ട്, അത് തെളിഞ്ഞിട്ടുണ്ട്, തെളിയിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ വിശ്വസിക്കുന്നു. അതേപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വിശ്വസിക്കൂ. വിശ്വസിച്ചിട്ട് ആരാണോ ഏത് മനുഷ്യൻ എന്നാണ് പറയുന്നത്, അപ്പോൾ അർജുനന് മാത്രം കൊടുക്കുന്ന ഒരു ഉപദേശമാണോ ഇത് എന്ന് ആർക്കും സംശയം വേണ്ട എന്ന് വിചാരിച്ച് പറയുകയാണ്. എന്നെ അനുസരിക്കുന്ന എല്ലാ മനുഷ്യരും എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ എന്നെയല്ല, ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അനുസരിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫലേച്ഛയ്ക്ക് വേണ്ടിയിട്ടുമാണ്, ഫലം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പം ഇത് ഭഗവാനാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ശാസ്ത്രജ്ഞന്മാരെ വിശ്വസിച്ച പോലെ ഭഗവാൻ ഒരു റോൾ മോഡലാണല്ലോ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നതുകൊണ്ട് ഇത് സത്യമായിരിക്കുന്ന ആദ്യം ഒന്ന് ഉറച്ച് വിശ്വസിക്കൂ. ശ്രദ്ധ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിച്ച് അതിനനുസരിച്ച് ഋഷിമാരും യോഗികളൊക്കെ പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളിലാണ് ഈ തത്വങ്ങൾ. ആ തത്വങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ. കാരണം സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഞാൻ വിശ്വസിക്കണോ, ഇതിപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണോ, അതോ ഇനി വേറെ എല്ലാവരും പറഞ്ഞതായിരിക്കുമോ, അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും അവിടെ യാതൊരു കഴമ്പുമില്ല. നിങ്ങൾ വിശ്വസിക്കൂ. വിശ്വസിച്ചിട്ട് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയിട്ടല്ലേ നമുക്ക് ഫലം പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഇനി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധയില്ലാതെ യാതൊരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ദോഷഫലങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മനസ്സും തലച്ചോറും ഒക്കെ കൂടെ ചേർന്ന് നിൽക്കണം. എന്നാലേ നമുക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് നല്ല കോൺസെൻട്രേഷൻ വേണം. അസൂയ ഇല്ലാണ്ടെയും കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും പരിപൂർണതയിലെത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് പൂർണ്ണമായ ബോധ്യം വന്നിട്ടില്ലെങ്കിൽ നമുക്കതിൽ ശ്രദ്ധ കൊടുക്കാനും പറ്റില്ല.
ഈ അനസൂയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് അതായത് അതിൻ്റെ വെറുതെ ദോഷം പറയാതിരിക്കുക, അതൊന്നും എനിക്കൊന്നും അതൊന്നും ശരിയാവില്ല, അതൊന്നും വിശ്വസിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയണത് സത്യമാവണമെന്നുണ്ടോ? അങ്ങനെ ആദ്യം തന്നെ നമ്മൾ അതിനെ പ്രതികൂലിക്കുക, അതായത് അതിന് ദോഷം ആരോപിക്കുക, അതിൽ വിമർശിക്കുക, വെറുതെ വിമർശിക്കുക. കാരണം നമുക്കൊന്നും വിമർശനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ അവർ പറയുന്ന തത്വങ്ങൾ അതിനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് യാതൊരു ഗുണവും ഇല്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം, അതിലിത്തിരി അർത്ഥമുണ്ട്. വെറുതെ ഒരു കാര്യവും അറിയാതെ, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള സത്യം അറിയാതെ യുക്തിവാദികൾ ധാരാളമായിട്ട് പറയുന്നു ഈശ്വരനില്ല എന്ന്. അപ്പോൾ വെറും വിമർശനം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ അവിടെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമുക്ക് ചെയ്തു നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. എന്താണ്? നീന്തൽ പഠിക്കുകയാണ്, ഓൺലൈനാണ്. കൈയിട്ടടിക്കൂ, കാലിട്ടടിക്കൂ, ആ കാലം ഇവിടേക്ക് വയ്ക്കൂ, ഈ കാലം അവിടേക്ക് വയ്ക്കൂ, നീന്തുകയാണ്. ഇവിടെ ഓൺലൈനിൽ കൂടെ ക്ലാസ് പഠിക്കുകയാണ്. പറ്റുമോ? എന്നിട്ട് വെള്ളത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ മുങ്ങിപ്പോവും. അത് 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 വിഡ്ഢിത്തരാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ ഏകദേശം ഡ്രൈവിങ്ങും. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഇടയ്ക്ക് ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ കേട്ട് ഡ്രൈവിങ്ങൊക്കെ പഠിക്കും. ഞാനിപ്പോൾ പറയാറുണ്ട്, എനിക്ക് പഠിഞ്ഞു കേട്ടോ, ഓക്കെ, എല്ലാം ഗിയറൊക്കെ മാറ്റാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന്. ഞാൻ വണ്ടി എടുത്ത് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ വിവരം. അതേപോലെ നമ്മൾ വെറുതെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് വെറുതെ വിശ്വസിക്കാനും പാടില്ല. അതേസമയത്ത് നല്ലതാണെങ്കിൽ, അതായത് മുനിമാർ എഴുതി വെച്ചിട്ടുള്ളതാണ്, ഭഗവാൻ പറയുന്നതാണ്, അപ്പോൾ അതിലുറച്ച് വിശ്വസിക്കുക, അതിനനുസരിച്ച് പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടാവും. കർമ്മബന്ധങ്ങൾ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾ ഇല്ലാണ്ടാവുകയാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനായിട്ടും നശിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള അവിദ്യ നശിക്കുമ്പോൾ ആത്മജ്ഞാനം കൈവരും, നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ എല്ലാ വാസനകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സ് ശുദ്ധവും സൂക്ഷ്മമൊക്കെ ആയി അവസാനം നമുക്ക് ധ്യാനത്തിൽ എത്താൻ പറ്റും. ഇനി അടുത്ത ശ്ലോകം. യേ ത്വേതദഭിസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാനചേതസാ അശ്രദ്ധനാമസൂയാവാനിതേ മാർഗം ത്യജിക്കുകിൽ അറിവെല്ലാം നശിച്ചെന്നും അവിവേകമണഞ്ഞിടും. ഏതു മേ ഏതത് മതം അഭ്യസൂയന്തഃ, ആരാണോ എൻ്റെ ഈ അഭിപ്രായത്തെ അസൂയയുള്ളവരായിട്ട് അനുതിഷ്ഠന്തി അനുസരിക്കാതിരിക്കുന്നത്, സർവജ്ഞാന വിമൂഢൻ അചേതസഹ താൻ നഷ്ടാൻ സിദ്ധി, അവൻ ഒന്നും അറിയാത്തവനും വിവേകമില്ലാത്തവനുമാണ്, അവർ നശിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കൂ, എന്നാലല്ലേ അതിൻ്റെ ഫലം കാണൂ. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അർജുന, നീ കർമ്മം ചെയ്യേ, എന്നിട്ടല്ലേ അതിൻ്റെ ഫലത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഫലത്തെപ്പറ്റി ചിന്തിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കർമ്മം ചെയ്തു നോക്ക്, നമുക്ക് നല്ലതാണോ ചീത്തയാണോ വരിക എന്നുള്ളത് അപ്പം മനസ്സിലാക്കാം. അപ്പം ചില സിദ്ധാന്തങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മുടെ ബുദ്ധിക്ക് അതിനെ ബോധിപ്പിക്കാനാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ നിന്ദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരാണോ എൻ്റെ അഭിപ്രായത്തെ നിന്ദിക്കുന്നത്, അങ്ങനെ നിന്ദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് കാണില്ല. അപ്പം നമുക്ക് ജീവിതത്തിലൊരു ധന്യത കൈവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അതനുസരിച്ച് തന്നെ ജീവിക്കണം. കാരണം വിവരമുള്ളവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഭഗവാനാണ് പറയുന്നത്. ആ വിശ്വാസം നമുക്ക് വേണം. അല്ലാതെ നമ്മുടെ കർമ്മയോഗങ്ങൾ ഒരിക്കലും തീരൂല്ല. പ്രപഞ്ചം എന്താണ്, ഈശ്വരൻ എന്താണെന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തവർ വിവേകമില്ലാത്തവരാണ്. അവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. അസ്വസ്ഥമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കും. ജസ്റ്റ് ഒന്ന് ടി വി തുറന്നാൽ മതിയില്ലേ, പ്രക്ഷോഭങ്ങൾ നടക്കാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? എല്ലായിടത്തും. വീട്ടിൽ പ്രക്ഷോഭം ഉണ്ടാവും, അത് ഓഫീസിൽ കാണിക്കും, ഓഫീസിൽ പ്രക്ഷോഭം ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് നാട്ടിലേക്കെത്തും. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, പ്രക്ഷോഭങ്ങളുടെ ഒരു മാലയാണ് അല്ലേ. അങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ആർക്കും സ്വസ്ഥതയില്ല. നാട്ടിൽ ആകപ്പാടെ ജനങ്ങൾ മുഴുവനും അസ്വസ്ഥരാണ്.
അവർക്ക് മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ വല്ലതും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക്. അത് വയസ്സായ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് അവരെക്കാൾ കുറച്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് പോലും അവർ പരിഗണിക്കുന്നില്ല, നമ്മളും പരിഗണിക്കുന്നില്ല. ഭഗവാനാണ് പറയുന്നത്, എന്നാൽ നമുക്കത് വിശ്വസിച്ചുകൂടെ? അത് നമ്മളും ചെയ്യുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ മുഴുവനായിട്ടും ഏത് തലത്തിലുള്ള ആൾക്കാരായാലും വേണ്ടില്ല, എല്ലാവരും അസ്വസ്ഥർ. അതുകൊണ്ടാണ് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വിവേകമില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. അവൻ്റെ നാശം സ്വന്തമായിട്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എപ്പോഴും മൃഗങ്ങളെക്കാൾ ഉത്കൃഷ്ടനാണെന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? ഒരു ചിന്താശക്തി മനുഷ്യന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ബുദ്ധിയാണ് നമ്മുടെ ആത്മവികാസത്തിനുള്ള ഒരു ഉപകരണം കുറേ കാലം കഴിഞ്ഞാൽ കേടുവരുമല്ലോ. അതേപോലെ ഈ ഉപകരണം നശിക്കുമ്പോൾ മനുഷ്യൻ്റെ പെരുമാറ്റവും ഹീനമായ പ്രവൃത്തികളായിരിക്കും. അത് മൃഗങ്ങൾക്ക് തുല്യമായിരിക്കും. ഇപ്പോൾ മൃഗങ്ങളെപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ മുന്നിലൊരു ഇരയെ കണ്ടാൽ തിന്നണോ വേണ്ടയോ, ഞാനിതാ പാവല്ലേ എന്നൊന്നും ചിന്തിക്കില്ലല്ലോ, നേരെ കടിച്ച് കീറി തിന്നുക തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളും മുന്നിൽ എന്താണോ നമുക്ക് സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ അത് ഒട്ടും ചിന്തിക്കാതെ അങ്ങോട്ട് എടുത്ത് ചാടി ചെയ്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ നല്ല അവസരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ആളും ഇങ്ങനെ ജീവിക്കുന്ന ആളും എല്ലാവരോടും അക്രമം കാണിക്കുന്ന ഒരാൾക്കും എവിടെ നിന്നാണ് നല്ല അവസരങ്ങൾ വരുന്നത്? അപ്പോൾ അതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാണ്ട് നമ്മൾ സ്വയം നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ജനങ്ങൾ ഇതനുസരിക്കാത്തതെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ 33-ാമത്തെ ശ്ലോകം. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. മലയാളം. ജന്മാന്തര പ്രകൃതിയെ നിർമായം തുടരും ജനം, ജീവപ്രകൃതി ബന്ധത്തെ നീക്കാനാവില്ല സൂക്തികൾ. ചെറിയൊരു സംശയം നമുക്ക് തോന്നും, ഈ മായയാണല്ലോ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യം, അതിനെങ്ങനെ നിർബന്ധപൂർവം എങ്ങനെയെങ്കിലും പിടിച്ചു വയ്ക്കാൻ പറ്റുമോ, കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ലേ എന്നാണ് സംശയമെങ്കിൽ ഇതാ ഉത്തരം. എന്താണ്? ജ്ഞാനവാൻ അഭി സ്വസ്യാഹ പ്രകൃതേ സദൃശം ചേഷ്ടതേ. നല്ല ജ്ഞാനിയാണ്, ശാസ്ത്രപരിജ്ഞാനമുള്ള ഒരാളാണെങ്കിൽ പോലും സ്വന്തം, അതായത് പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഭൂതാനി പ്രകൃതിം യാന്തി നിഗ്രഹ കിം കരിഷ്യതി. ജീവികൾ അവയുടെ സ്വഭാവം കാണിക്കുന്നു, അതിനെ ബലാത്കാരമായിട്ട് അടക്കി വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പം ജ്ഞാനികളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ജ്ഞാനികൾ സ്വന്തം പ്രകൃതിക്കനുസരിച്ച് തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്താണ്, അവരങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും അവർ അതിൽ നിന്ന് ഉള്ള ഒരു ഫലം, അതിൽ നിന്ന് കിട്ടുന്ന, അവരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കർമ്മയോഗം സാധാരണ ലൗകികം ചെയ്യുന്ന അതേപോലെ തന്നെ ജ്ഞാനിയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം വരുമ്പോൾ തങ്ങൾക്ക് അതൊന്നും എനിക്ക് ബാധിക്കുന്നതല്ല എന്നുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ട്. അതായത് നമ്മളെല്ലാം പ്രകൃതി നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനെല്ലാം എന്നിലൂടെ വരുന്നു സുഖങ്ങളും ദുഃഖങ്ങളും, എൻ്റെ ശരീരത്തിൽ വരുന്നു, എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ള മാതിരി എടുക്കും, എന്നെ ബാധിക്കില്ല എന്നുള്ള മാതിരി എടുക്കാനുള്ള ഒരു കഴിവുണ്ട് ജ്ഞാനികൾക്ക്. പക്ഷെ അവർക്കും ഇതിൽ നിന്ന് രക്ഷയൊന്നുമില്ല, പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. അത് അടക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു മനുഷ്യന് ഇന്ദ്രിയ നിഗ്രഹം ഏകദേശം എങ്ങനെ സാധിക്കുന്നും കൂടെയാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ. അതായത് ജ്ഞാനി അതിൻ്റെ പ്രതികൂലവും അനുകൂലവും ഒന്നും നോക്കാതെ അവയെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ട് അവയെല്ലാം എരിച്ചു കളയുകയാണ് ചെയ്തത്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ പോലെ അഗ്നിയിൽ നെയ്യിടുന്ന പോലെ. അപ്പോൾ തന്നിലൂടെ വന്നു പോകുന്ന മാത്രമേ ഉള്ളൂ. ശാരീരിക വിഷമങ്ങൾ അവർക്ക് വന്നാലും അതൊരു സാക്ഷിയെപ്പോലെ അങ്ങനെ നോക്കി നിൽക്കും. കാരണം ഇത് വരും, ഇത് പോവും, അതിലെനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള പോലെ. ഉത്കൃഷ്ടമായിട്ടുള്ള ജീവിത രീതി എല്ലാവർക്കും അനുവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കർമ്മയോഗം ആചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചും കൂടെ ഉയർന്ന നിലയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ജീവികളും അവരവരുടേതായിട്ടുള്ള പ്രകൃതിയെ അനുസരിക്കുകയാണെങ്കിൽ
നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ജ്ഞാനികളാവാൻ ശ്രമിക്കണം എന്നാണ് കഴിഞ്ഞ പദ്യത്തിൽ നമ്മളോട് ഉപദേശിച്ചിരിക്കുന്നത്. നമ്മുടെ കർമ്മഫലങ്ങളുണ്ട്, പക്ഷെ നമ്മളും കുറച്ച് അവരിൽ നിന്ന് ഉപദേശം കേട്ട് മെല്ലെ മെല്ലെ നമ്മുടെ ചിന്താഗതികൾ കുറച്ച് മാറ്റണം. കർമ്മങ്ങളൊക്കെ ഫലം ഇച്ഛിക്കാതെ തന്നെ ചെയ്തു തീർക്കണം. അർജുനനോടുള്ള ഉപദേശമാണെങ്കിലും എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ഉപദേശം കൂടിയാണ് ഇത്. അങ്ങനെ 33 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.